Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. PDF കാണുന്നുണ്ടോ? Yes. ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കണ ക്ലാസ്സിൽ? യെസ്. ഉറക്കം വരുന്നുണ്ടോ? ആരാണോ ചിരിച്ചത്? നമ്മളിപ്പോ പുതിയ ചാപ്റ്റർ എടുക്കുകയാണ് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ചാപ്റ്റർ പേര് നോക്കിയിട്ട് എടുത്തേ. പേജ് നമ്പർ എനിക്ക് PDF അറിയാൻ പറ്റില്ല. സെക്കൻഡ് മൊഡ്യൂളിലാണ് 89. ഓക്കെ. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ മുഴുവൻ അറിയാലോ. എന്താണെങ്കിൽ ആ പേര് കണ്ടാൽ തന്നെ അറിയാം. വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ് ഹോസ്പിറ്റലിലെ. ഓക്കെ. Chapter 13, Management of Spillage Waste. Introduction. Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാല്? അതായത് ഏതെങ്കിലും കണ്ടെയ്നറിൽ നിന്നോ ഏതെങ്കിലും ഒഴുകിയതോ ചോർന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസിനെയാണ് നമ്മൾ ചോർച്ചാ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? സ്പില്ലേജ് വേസ്റ്റസ് എന്ന് പറയുന്നത്. ലീക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെ? ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പില്ലേജ് വേസ്റ്റസ് എന്ന് പറയുന്നത്, ചോർച്ചാ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് spilled or leaked from its designated container or place is refers to as spillage waste. Hospitals, laboratories, industrial facilities, and homes are just a few places where this kind of garbage can be found. അതായത് ഹോസ്പിറ്റലുകള്, ലബോറട്ടറികള്, അതുപോലെ തന്നെ വ്യവസായ സൗകര്യങ്ങള്, വീടുകള് എന്നിവ ഇത്തരം മാലിന്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ചില സ്ഥലങ്ങൾ മാത്രമാണ്, അല്ലെ? ഇവിടേക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റസ് കാണുന്നത്, അല്ലെ? ഇത്തരം പ്ലേസസിലായിരിക്കും വേസ്റ്റസ് കാണുന്നത്. ഓക്കെ, spillage waste in hospitals. ഇവിടെ വേസ്റ്റ് നാക്കണേ. സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് ഇവിടെ വെയിറ്റ് നടക്കുന്നത്. വെട്ടിയിട്ട് തിരുത്തണേ. ഓക്കെ. Spillage waste in hospitals may consist of blood, body fluids, chemicals, or other potential dangerous substances. ഹോസ്പിറ്റലിലുള്ള സ്പില്ലേജ് വേസ്റ്റസുകൾ എന്തൊക്കെയാണ് അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, other potential dangerous substances. ബ്ലഡിന്റെ
അതിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസുകള്, ബോഡി ഫ്ലൂയിഡ്സുകൾ, ശരീരദ്രവങ്ങൾ, അതെ കെമിക്കൽസുകൾ. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ അല്ലെങ്കിൽ മറ്റ് അപകടകരമായിട്ടുള്ള വസ്തുക്കളായിരിക്കും എന്ത് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട വേസ്റ്റസുകൾ എന്ന് ഉൾപ്പെടുന്നത്. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സുകൾ, കെമിക്കൽസ്, അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്. അതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുന്ന പ്രത്യേക വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നോക്കാൻ പോകുന്നത് ഈ വേസ്റ്റുകളൊക്കെ, ഹോസ്പിറ്റൽ വേസ്റ്റ്സിനൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യാം, എങ്ങനെയൊക്കെ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് അത് മാനേജ് ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ് അത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമുക്കത് എങ്ങനെ കറക്റ്റ് ആയി ഡിസ്പോസ് ചെയ്യാം അല്ലെ, മറ്റു പോളിസീസും റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് ആർക്കും തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളയാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും നോയ്സസ് ഒന്നുമില്ലല്ലോ? Okay. Genuine management of leakage waste is important to protect the health and protection of people and the environment. എന്താണ് ഈ ലീക്കേജ് വേസ്റ്റസുകളൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം ജെനുവിൻ ആയിട്ട് തന്നെ മാനേജ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ എന്താണ് അത് എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് വർക്കേഴ്സിനെ കൂടി അല്ലെ, നമ്മുടെ ആരോഗ്യത്തെ കൂടി അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിരിക്കും. അപ്പൊ വളരെ എന്താണ് ജെനുവിൻ ആയിട്ട് തന്നെ നമ്മളത് കാര്യക്ഷമമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. വേസ്റ്റസുകള് മറ്റാർക്കും തന്നെ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് എല്ലാവരും ഹെൽത്തിന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണം അത് മാനേജ് ചെയ്യേണ്ടത്. In hospitals, leakage waste can cause a risk of infection to healthcare workers and patients, as well as the prospects for the spread of diseases. ഹോസ്പിറ്റൽ നമ്മൾ പ്രധാനമായിട്ട് എന്തിനാണ് ഈ വേസ്റ്റസുകൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്? എന്തിനൊക്കെ കാരണമാവും ഇത്തരത്തിൽ വേസ്റ്റസുകൾ വന്നു കഴിഞ്ഞാല്? റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് പേഷ്യൻസ് അല്ലെ, ഈ ലീക്കേജസ് വേസ്റ്റിൽ നിന്നുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനുമാണത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത് അല്ലെ. ആരുടെയും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കാരണമാകുന്ന തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റിൽ നിന്നുള്ള അപകടകരമായിട്ടുള്ള ഈ മാലിന്യങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിനും അതേപോലെ തന്നെ രോഗം പടരാനുള്ളൊരു അല്ലെങ്കിൽ അവരുടെ ഇൻഫെക്റ്റഡ് ആണുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ആസ് വെൽ ആസ് ദി പ്രോസ്പെക്ട്സ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. അതുപോലെ തന്നെ എന്താണ് അണുബാധയുടെ അപകട സാധ്യത ഉണ്ടെന്ന് താനും, പക്ഷെ എന്താണ് അതുപോലെ രോഗം പടരാനുള്ള ഒരു സാധ്യതയ്ക്കും കാരണമാകുന്നു. അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ, ലീക്കേജ് വേസ്റ്റസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതുപോലെ പേഷ്യൻസിനും അത് ഒരേപോലെ തന്നെ എന്താണ് അപകട സാധ്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, besides dangerous leakage waste can threaten the environment if not managed in a proper manner. എന്താണ് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അതൊരു വൻ ഭീഷണി തന്നെയായിരിക്കും ഉയർത്തുന്നത് അല്ലെ, അതൊരു ത്രെട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് മാറും. ഓക്കെ, വേസ്റ്റസുകൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് എൻവയോൺമെന്റിനും അതുപോലെ തന്നെ മൊത്തത്തിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു ഭീഷണി ആയിട്ട് ത്രെട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. To successfully manage leakage waste in hospitals, it is necessary to have a leakage response plan in place, provide appropriate equipment for leakage response, train staff on leakage response procedures, use apt containment materials, and properly discard the waste in accordance with
local regulations and hospital policies. അപ്പൊ ബേസിസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഹോസ്പിറ്റൽസിലെ ഒരു ലീക്കേജ് പ്ലാൻ ഉണ്ടായിരിക്കും, ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കണം. അണ്ടർലൈൻ ചെയ്യാട്ടോ. To have a leakage response plan in place. ഒരു പ്ലാൻ, വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കണം. പിന്നെ എന്താണ്? Provide appropriate equipment for leakage response. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ലീക്കേജ് ബേസിസുകൾ പ്രോപ്പറായിട്ട് കളയാനുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. Then train staff on leakage response procedures. ട്രെയിൻ സ്റ്റാഫുകൾക്ക് വ്യക്തമായിട്ടുള്ള കൃത്യമായ പരിശീലനം കൊടുക്കുക. ആ എക്യുപ്മെന്റ്സുകളൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ കൊടുക്കുക. Then use apt containment materials. ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസുകൾ യൂസ് ചെയ്യുക. Then and properly discard the waste in accordance with local regulations and hospital policies. പിന്നെന്താണ്? വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് പറയുന്നത്? Accordance with the local regulations and hospital policies. അതായത് ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് വേണം, അതായത് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർദ്ദേശങ്ങളും ആ പോളിസീസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം എന്ത് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ്? വ്യക്തമായൊരു റെസ്പോൺസ് പ്ലാൻ, ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അതിലുണ്ടായിരിക്കണം. പിന്നെ എന്താണ്? സ്റ്റാഫുകൾക്ക് കൃത്യമായ പരിശീലനം നൽകണം. കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസുകൾ യൂസ് ചെയ്യണം, ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസുകൾ യൂസ് ചെയ്യണം. ദെൻ ഹോസ്പിറ്റലിലെ റൂൾസും പോളിസീസും അനുസരിച്ചിട്ട് വേണം എന്താ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാല്? സ്പില്ലേജ്, വാട്ട് ഈസ് സ്പില്ലേജ് വേസ്റ്റ്? Any item or material that spill, leaked waste, like a spilled or leaked from its designated container or place is referred to as spillage waste. Leaked wastes നെയാണ് നമ്മൾ spillage waste എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഏതൊക്കെ രീതിയിലുള്ള വേസ്റ്റസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? എന്തൊക്കെയായിരിക്കും കൺസിസ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെ സ്പില്ലേജ് വേസ്റ്റ് ആണ് അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്? യെസ്, ബ്ലഡ്, body fluids, chemicals and other potentially dangerous substances. മറ്റ് വിഷമയമായിട്ടുള്ള പദാർത്ഥങ്ങൾ അല്ലെ, മെറ്റീരിയൽസുകൾ. ഓക്കെ ഓക്കെ അപ്പൊ ജെനുവിൻ ആയിട്ടുള്ളൊരു ലീക്കേജ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എൻവയോൺമെന്റിനും അതുപോലെ തന്നെ എന്താണ് പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം വേസ്റ്റസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്നതായിരിക്കും. ഒരു സക്സസ്ഫുൾ മാനേജ് പ്ലാൻ എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലില് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരിക്കും, അതിന് നെസസറി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് പോളിസീസ് അനുസരിച്ചിട്ട് വേണം എന്ത് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ ആണോ? യെസ്, ഇനി നമുക്ക് റിസ്ക് ആൻഡ് ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ് നോക്കാം. റിസ്ക് ആൻഡ് ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്, അതായത് സ്പില്ലേജ് വേസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. എന്തൊക്കെ റിസ്കും ഹസാർഡ്സ് ആണ് ഈ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് നോക്കാം. എന്തൊക്കെ വരുന്നുണ്ട്? ഇൻഫെക്ഷൻ, chemical exposure, injury, radiation exposure, environmental pollution and
legal and financial responsibility. Here are some of the risk and hazard associated with spillage waste. എന്തൊക്കെ റിസ്ക്കും എന്തൊക്കെ ഹസാർഡ്സുകളും ആയിരിക്കാം ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്? മെയിൻ ആയിട്ട് നമുക്കറിയാം ഫസ്റ്റ് തന്നെ വരുന്ന ഫസ്റ്റ് പ്രൈമറി ഹസാർഡ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഇൻഫെക്ഷൻ എന്താണ്? അണുബാധ അല്ലെ. Leakage of blood and body fluids can spread transmittable diseases such as HIV, hepatitis B, C, and other blood-borne pathogens. Healthcare staff and patients who engage with polluted items are at risk of getting sick. Infection. ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആണ് വരുന്നത്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ. ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ ശരീരസ്രവങ്ങളിൽ നിന്നുണ്ടാകുന്ന ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് അല്ലെ, പകരുന്ന തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു. എന്തൊക്കെ രോഗങ്ങളാണ് പടരുന്നത്? ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്തൊക്കെയാണ്? such as HIV, hepatitis B and C. Hepatitis B and C. HIV എന്താണ്? HIV ഒരു ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ആണ് അല്ലെ. ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നാണ് അത് പകരുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എന്താണ്? കരളിനെ ബാധിക്കുന്ന 5 വൈറസുകൾ ഒന്നാണ് എന്ത്? ഹെപ്പറ്റൈറ്റിസ് ബിയും സി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് വൈറൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരുന്ന അസുഖങ്ങൾ ഉണ്ടാകാം. അതായത് ഇത് ശരീരദ്രവങ്ങളിലൂടെയാണ് എന്താ ഇത്തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് HIV ഒക്കെ പകരുന്നത്. ഓക്കെ. ശരീരദ്രവങ്ങളിലൂടെയോ ബ്ലഡിലൂടെയോ ആണ് ഇത് പകരുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒരു ചികിത്സയൊന്നുമില്ല. വാക്സിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് നിയന്ത്രിക്കുന്നത് അല്ലെ. ഇതിനൊരു ചികിത്സയൊന്നുമില്ല. വാക്സിൻസ് ഉപയോഗിച്ചിട്ടാണ് എന്താ ഇത് പ്രതിരോധിക്കുന്നത്. ഓക്കെ. അപ്പൊ അതൊക്കെ മൂലം നമുക്ക് കരളിലേക്ക് ക്യാൻസർ അതുപോലുള്ള മറ്റ് അന്നനാളത്തില് ആമാശയത്തിലേക്ക് ക്യാൻസർ ഒക്കെ വരുന്ന ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വഴിയാണ്. ഓക്കെ. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വഴിയിട്ടാണ് കരള് ആമാശയത്തിനൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓക്കെ. HIV ഫുൾ ഫോം ആണോ ഇവിടെ ചോദിക്കുന്നത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. Okay. And other blood-borne pathogens. Blood-borne pathogens എന്തൊക്കെയാണ്? Blood-borne pathogens. എന്താണ് blood-borne pathogens എന്ന് പറഞ്ഞാല്? വേറെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ലുക്കീമിയ. ബ്ലഡിലൂടെ പകർന്നത് എന്തൊക്കെയാണ്? പിന്നെ ലുക്കീമിയ, എയ്ഡ്സ്, അനീമിയ. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കാരണം അല്ലെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ള ഇൻഫെക്ഷൻസ് മൂലമാണ് എന്താ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ഒക്കെ പകരുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ഹു എൻഗേജ് വിത്ത് പൊല്യൂട്ടഡ് ഐറ്റംസ് ആർ റിസ്ക് ഓഫ് ഗെറ്റിംഗ് സിക്ക്. അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫുകളോ പേഷ്യൻസോ ഇത്തരത്തിലുള്ള ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് അവർക്ക് അത്തരത്തിലുള്ള ഐറ്റംസുമായിട്ട് ഇടപെടേണ്ടി വരുന്ന സമയത്ത് എന്താണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് റിസ്ക് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ആണ്. എന്തിൽ നിന്നുള്ള? ബ്ലഡിൽ നിന്നോ ബോഡി ഫ്ലൂയിഡ്സ് നിന്നുള്ള ഇൻഫെക്ഷൻസ് ആണ് ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്? കെമിക്കൽ എക്സ്പോഷർ. എക്സ്പോഷർ എന്താണ്? രാസവസ്തുക്കളുടെ ചോർച്ച അല്ലെ. രാസവസ്തുക്കളിൽ നിന്നുള്ള ചോർച്ച. കെമിക്കൽ എക്സ്പോഷർ
Leakage of chemical can expose healthcare staff and patients to toxic substance which can lead to skin irritation, respiratory problems or other health issues. രാസവസ്തുക്കളുമായി വരുമ്പോഴുള്ള എന്തൊക്കെ റിസ്കുകൾ ഉണ്ടായിരിക്കും? Leakage of chemical can expose healthcare staff and patients to toxic substance. എന്താണ്? വിഷപദാർത്ഥങ്ങളുമായിട്ട് ഇടപെടുന്ന സമയത്ത്, കെമിക്കൽസ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജസ് വരാനും അത് ഹെൽത്ത് സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്? സ്കിൻ ഇറിറ്റേഷൻ അല്ലെ, സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസോ അലർജീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്താണ്? ശ്വസന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതർ ഹെൽത്ത് ഇഷ്യൂസ്, മറ്റ് ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. എന്തുപയോഗിക്കുന്ന സമയത്ത്? കെമിക്കൽ എക്സ്പോഷന്റെ ഭാഗമായിട്ട് ഓർഗൻസ് ഒക്കെ ഡാമേജ്ഡ് ആവാം അല്ലെ. ഓക്കെ, അതായത് രാസവസ്തുക്കളുടെ ചോർച്ച മൂലം എന്താണ് പേഷ്യൻസിന് ആവശ്യപരമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി എന്താണ് സ്കിൻ ഇറിറ്റേഷൻസ്, റെസ്പിറേഷൻ ഡിഫിക്കൽട്ടീസ്, മറ്റ് അതർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ, പ്രതിരോധ സിസ്റ്റം തന്നെ തകരാറിലാവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത റിസ്ക് എന്താണ്? ഇൻജ്വറി. എന്താണ്? ഇൻജ്വറീസ് എന്താണ് പിള്ളേരെ? ഇൻജ്വറീസ്, മുറിവുകൾ അല്ലെ. യെസ്, മുറിവിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലെ. ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. അതായത് മുറിവുകളിലൂടെയും എന്താണ് അപകട സാധ്യതയുണ്ട് അല്ലെ. ലീക്കേജസ് വഴി മുറിവുകളിലൂടെ എന്താണ് അത് രക്തത്തിലേക്ക് പകരുന്ന തരത്തിലുള്ള ബ്ലഡിലൂടെ അത് എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, എന്തെങ്കിലും ഷാർപ്സ് ഒബ്ജക്ട്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് മുറിവുകൾ ഉണ്ടാവാനും അത് എന്താണ് അത് രക്തത്തിലൂടെ മറ്റു രക്തത്തിലുള്ള പ്രകൃത രോഗാണുക്കളുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇൻഷുറൻസിലൂടെ, മുറിവുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള രോഗാണുക്കളൊക്കെ കടന്നുകൂടി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇൻജുറി ഒരു കാരണം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇൻജുറി. അടുത്ത റിസ്ക് എന്താണ് നോക്കി? അടുത്ത റിസ്ക് എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ എക്സ്പോഷർ. ഒരു മിനിറ്റ്. റേഡിയേഷൻ എക്സ്പോഷറിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജസ് ഉണ്ടാവോ? ഉണ്ടാകോ? യെസ്. എന്തൊക്കെയാണ്? ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് can expose healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. റേഡിയേഷൻ പോലെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എന്തൊക്കെയാണ് അയണൈസിങ് റേഡിയേഷൻ മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? റേഡിയേഷൻ ഇൽനെസ് അല്ലെ, ക്യാൻസർ, അതർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ റേഡിയേഷൻ എക്സ്പോഷർ എന്താണ് ഇത്തരത്തില് ഒരു റിസ്ക് ഉള്ള ഒരു കാർഡിയോവസ്കുലർ, തൈറോയിഡ്. ഓക്കെ, ഇവിടെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആയിട്ട് എന്തൊക്കെ പറയുന്നത്?
റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്താണ് പറയുന്നത്? എക്സ്റേയും അതൊക്കെയാണോ മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ച സാധനം, ഇവിടെ നമ്മൾ ലീക്കേജസ് അല്ലേ പഠിക്കുന്നത്, അതൊക്കെ ഇങ്ങനെ എക്സ്റേ ഇതായി വരും. റേഡിയേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ അവിടെ യൂസ് ചെയ്യാറുണ്ട്? MRI അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്ലൗസസും അതുപോലെ തന്നെ കോട്ടൺസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ് ഈ റേഡിയേഷൻ സംഭവിച്ചിട്ടുള്ള വസ്തുക്കളായിരിക്കും. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എന്താണ്, അതൊക്കെ അടിഞ്ഞുകൂടി അവിടെ എന്താണ് വേസ്റ്റ് ലേസർ പ്രൊഡക്ട്സുകളായിരിക്കും. വെരി ഗുഡ്, ലേസർ പ്രൊഡക്ട്സുകളായിരിക്കും അതൊക്കെ. ഗ്ലൗസസ്, അതുപോലെ തന്നെ എന്താണ് ക്ലോത്ത്, റാഗ് എന്ന് പറഞ്ഞാൽ തുണിയാണ് പറയുന്നത് കേട്ടോ, അവിടെ ഉപയോഗിക്കുന്ന തുണികളൊക്കെ. അപ്പൊ അതിലൊക്കെ റേഡിയേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എന്താണ് അവിടെ എന്താണ് വേസ്റ്റസ് അടിഞ്ഞുകൂടി പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് അവിടെ അത് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, then fifth risk എന്താണ്? environmental pollution. Leakage of dangerous materials can contaminate the environment, including soil, water, and air. This pollution can cause long-term results on human health and environment. Environmental pollution അടുത്തൊരു റിസ്ക് ആണ്. വില്ലേജ് വേസ്റ്റ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു റിസ്ക് ആണ് എന്താ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, പാരിസ്ഥിതികമായ മലിനീകരണം, പരിസ്ഥിതി മലിനീകരണം. ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ വഴി എന്ത് സംഭവിക്കുന്നു? സോയിൽ, ഇൻക്ലൂഡിങ് സോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മണ്ണ്, അതുപോലെ തന്നെ ജലം, വായു, ഇവ മൂന്നും എന്താണ് ഒരേപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആകുന്നു. ഓക്കെ, അതായത് അപകടകരമായ വസ്തുക്കളുടെ ചോർച്ച മറ്റ് വസ്തുക്കളെ കൂടി അപകടത്തിലാക്കുന്നു. മണ്ണ്, വെള്ളം, വായു തുടങ്ങിയവയെ എന്നിവയെ പോലുള്ള പരിസ്ഥിതി മനുഷ്യന്റെ ആരോഗ്യസ്ഥയും അതുപോലെ തന്നെ പരിസ്ഥിതി ദീർഘകാല ഫലം ഉണ്ടായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ഒരു ദിവസം ഒരിക്കലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാവുന്നത്. ദീർഘകാലം എന്താണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ മൂലം എന്താണ് പരിസ്ഥിതി അത് ഒരുപാട് കാലം അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അത് ഒരേപോലെ തന്നെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്ങിനും ഒരേപോലെ തന്നെ എന്താണ് അപകട സാധ്യത ഉയർത്തുന്നത് തന്നെയാണ് എന്ത്? ഓക്കെ, ആസ്മ, പല പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കും. ആസ്മ, പിന്നെന്തൊക്കെയാണ് മറ്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, അലർജിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെ പല പ്രോബ്ലംസ് പേഷ്യൻസിന് ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ, സ്കിൻ ക്യാൻസർ. യെസ്, വെരി ഗുഡ്. ഓക്കെ, എൻവയോൺമെന്റൽ പൊല്യൂഷനും ഒരു റിസ്ക് തന്നെയാണ്. അടുത്തത് എന്താണ്? ലാസ്റ്റ് പോയിന്റ്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. Legal and financial responsibility. Inappropriate handling and disposal of leakage waste may cause legal and financial liability for hospital and healthcare organizations. എന്താ പറയുന്നത്? അതായത് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി നിയമപരവും സാമ്പത്തികവുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ് വരുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ്. അത് എന്താണ്? അനിയന്ത്രിതമായോ അല്ലെങ്കിൽ വേസ്റ്റസുകൾ കളയാതിരുന്നാൽ, വേസ്റ്റസുകൾ അനിയന്ത്രിതമായിട്ട് കളയാതിരുന്നാൽ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് കളഞ്ഞാൽ എന്താ സംഭവിക്കുക? വേസ്റ്റ് മേ കേസ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഫോർ ഹോസ്പിറ്റൽസ്. അത് ആശുപത്രിക്കും അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്കും ഒരേപോലെ തന്നെ അതൊരു വലിയ ഒരു ബാധ്യത ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ?
അതായത് നിയന്ത്രിതമായിട്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്താണ് ആശുപത്രിക്കും അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കും അത് എന്താണ് സാമ്പത്തികമായിട്ടൊരു ബാധ്യത ഉണ്ടാക്കിയേക്കാം, ഒരു ലയബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. ജെനുവിൻ ആയിട്ടുള്ള തന്നെ ഒരു മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്ക് എന്താണ് അത് വലിയൊരു ബാധ്യത ആയിട്ട് മാറും. ഓക്കെ, എന്തൊക്കെ റിസ്ക് ആണ് നമ്മൾ പറഞ്ഞത്? What are the risks and hazards associated with village waste? Infections എന്തൊക്കെ തരത്തിലാണ് ബാധകൾ ഉണ്ടാവാം? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ബ്ലഡിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും എന്താണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് പകരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. HIV, ഹെപ്പറ്റൈറ്റിസ് B and C ആൻഡ് അതർ ബ്ലഡ് പത്തോജൻസ്, ബ്ലഡ് ബോൺ പത്തോജൻസ്. അത് ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും അതുപോലെ പേഷ്യൻസിനെയും ഒരേപോലെ തന്നെ അത് ആ ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് എൻഗേജ്ഡ് ആവുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കോ അത് അണുബാധ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. ഓക്കെ, then chemical exposure. Chemical exposure എന്താണ്? Leakage of chemical can expose healthcare staff and patients to toxic substances. വിഷപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വഴി എന്താണ് അതിന്റെ ലീക്കേജസ് ഒക്കെ ഉണ്ടാവുന്നത് വഴി എന്താണ് സ്കിൻ ഇറിറ്റേഷൻസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, രാസവസ്തുക്കളുടെ ചോർച്ച മൂലമാണ് എന്തുണ്ടാവുന്നത്? സ്കിൻ ഇറിറ്റേഷൻസും അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസും മറ്റ് അതർ ഹെൽത്ത് ഇഷ്യൂസുകളും ഉണ്ടാവുന്നത്. Injury. Leakage of sharp and endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. അല്ലെ, ലീക്കേജ് ഷാർപ്സ് ഒബ്ജക്ട്സുകൾ ഉപയോഗിക്കുന്നത് വഴി എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആ കുറവിൽ കൂടി എന്താണ് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കുമെങ്കിൽ പറയാണ് ഈ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളൊക്കെ നമ്മള് പങ്ക്ചർ വുഡ് റെസിസ്റ്റന്റിലായിരിക്കും, കണ്ടെയ്നേഴ്സിലായിരിക്കും എന്താ അത് ഡിസ്പോസ് ചെയ്യുന്നത്. പങ്ക്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലായിരിക്കും ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ. ഓക്കെ, അത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. ഇനി റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ ലീക്കേജസ് മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്? ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് health care workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. Radioactive materials മൂലം എന്താണ് അയണൈസിംഗ് റേഡിയേഷൻ കാരണം എന്തുണ്ടാവുന്നു? റേഡിയേഷൻ മൂലം ഉണ്ടാവുന്ന അസുഖങ്ങള്, ക്യാൻസർ, മറ്റ് അതർ ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാകുന്നു. Then environmental pollution എന്താണ്? ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അപകടകരമായ വസ്തുക്കളുടെ ചോർച്ച എൻവയോൺമെന്റിനെ തന്നെ മലിനമാക്കുന്നു. ഇതിനൊക്കെയാണ് സോയില്, വാട്ടർ, എയർ, മണ്ണ്, ജലം, വായു എന്നിവയെ മലിനമാക്കപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ മലിനീകരണം മനുഷ്യന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതി അപകടത്തിലാക്കാനുള്ള ചാൻസസ് ഉണ്ട്. Then legal and financial responsibility. Inappropriate handling and disposal of leakage waste. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലും അതുപോലെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതൊരു വലിയൊരു ബാധ്യത, ലയബിലിറ്റി ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് വേണം അത് മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരം റിസ്കുകളാണ്, ഈ 6 റിസ്ക് ആണ് പ്രധാനമായിട്ടും സ്പില്ലേജ് വേസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇൻജുറി, റേഡിയേഷൻ എക്സ്പോഷർ ആൻഡ് environmental pollution, then legal and financial responsibility. Okay, അത് ക്ലിയർ ആണോ?
ഇനി സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഈ ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവുന്നത്? ഓക്കെ, ഏതൊക്കെയാണ്? ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രം സെവറൽ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. അല്ലെ, പല സോഴ്സസിൽ നിന്നുമായിരിക്കും എന്താ ലീക്കേജസ് ഉണ്ടാവുന്നത്. Here are some example of possible source of leakage waste in hospitals. ഫസ്റ്റ് വരുന്ന എന്താണ്? ഏതൊക്കെ സോഴ്സ് എന്നാണ് പറഞ്ഞല്ലേ? അപ്പൊ ആദ്യത്തെ സോഴ്സ് ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയർ. അല്ലെ, മെഡിക്കൽ പ്രൊസീജിയറിൽ നിന്നും ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എവിടെ നിന്നൊക്കെയാണ്? ഡ്യൂറിങ് സർജറീസ്. അല്ലെ, ശസ്ത്രക്രിയകൾക്ക് ശേഷം ഡ്യൂറിങ് സർജറി ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ്. അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? There is a risk of leakage of blood and body fluids. അല്ലെ, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡെഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പ്രധാനമായിട്ടും സർജറി ചെയ്യുന്ന ശസ്ത്രക്രിയകൾ നടക്കുന്ന സമയത്തും ഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്താണ് എന്ത് ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് ഉണ്ടാവാനുള്ള കാരണം. അത് തന്നെയാണ് ആദ്യത്തെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വഴി എന്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, then laboratory testing. laboratory testing എന്തെങ്കിലും ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടോ? Hospitals carry out different laboratory tests on blood, urine and other body fluids. These tests can consist of the use of chemicals, reagents and other dangerous materials. ലബോറട്ടറി ടെസ്റ്റിംഗ് വഴി എന്താണ്? അവിടെ എന്താണ് ലബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡോ യൂറിനോ മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിരിക്കും എന്താ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കൽസും മറ്റ് റിയേജൻസ് ഒക്കെ ഉപയോഗിച്ച് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് അത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ലീക്കേജസ് മൂലം എന്താണ് വേസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്, വേസ്റ്റസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ലബോറട്ടറി ടെസ്റ്റിംഗ് എന്താണ്? വില്ലേജ് ലീക്കേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് തന്നെയാണ് എന്താ ലബോറട്ടറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന മറ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നത് വഴി എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് വരാൻ ലീക്കേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൈറ്റ് വിട്ടു പോകുന്നതാ കണ്ടോ? ഒരു മിനിറ്റ് കേട്ടാ, നിങ്ങൾ കണ്ടായിരുന്നോ ലൈറ്റ് വിട്ടു പോകുന്നത്? ട്യൂബ് ലൈറ്റ് ഇത് നേരിട്ട് വിടാനും പറ്റും. ഇങ്ങനെ ചെയ്തേട്ടാ. Then patient care. അടുത്ത സോഴ്സ് ആണ് എന്താ? patient care. The cause of patient care activities such as changing bed linens, clearing bed pans or helping with the personal cleanliness, there is a risk of leakage of body fluids and other materials. പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജസ് ഉണ്ടാവാൻ കാരണമുണ്ടോ? ചാൻസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? The cause of patient care. പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് ബെഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബെഡ് പാൻസ് മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും, പേഴ്സണൽ ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവരുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുകൾ അതർ മെറ്റീരിയൽസ് ഒക്കെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നു? അതൊരു സോഴ്സ് ആണ്, ലീക്കേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ് പേഷ്യന്റ് കെയറിങ് ചെയ്യുന്ന സമയത്ത്, പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ലീക്കേജസ്. ഓക്കെ, എന്തൊക്കെ മാറ്റുന്ന സമയത്ത്? ചേഞ്ചിങ് ബെഡ് ലിനൻസ്, clearing bed pans or helping with the personal cleaners, there is a risk of leakage of body fluids and other materials. Okay. Then handling and disposal of medical waste. Handling and disposal of medical waste. Hospital create many medical waste which consist of sharp container,
consist of sharp contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. മെഡിക്കൽ വേസ്റ്റസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ലീക്കേജസ് ഉണ്ടാകുമോ? ഉണ്ടാകും അല്ലെ? ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ് അല്ലെ? ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെഡിക്കൽ വേസ്റ്റസുകൾ ഉണ്ടായിരിക്കാം. which can consist of sharps, contaminated dressings and other dangerous materials. Sharp objects ഉണ്ടായിരിക്കാം, അതില് മലിനമായിട്ടുള്ള ഡ്രഗ്സസ് അല്ലെ, ക്ലോത്ത്സുകൾ ഉണ്ടായിരിക്കാം, അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, മറ്റ് അപകടമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കാം. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇംപ്രോപ്പർ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? അവിടെ ലീക്കേജ് ഉണ്ടാവാനുള്ള കാരണമാകുന്നു അല്ലെ? ഷാർപ്പ് ഒബ്ജക്ട്സുകളും അതുപോലെ മലിനമായിട്ടുള്ള ഡ്രസ്സിങ്സുകൾ, ക്ലോത്ത്സുകളും അതുപോലെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ കാര്യക്ഷമമായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എന്താണ്? ഇതിന് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ലേബിൾഡ് കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ മാത്രം ഇതൊക്കെ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇംപ്രോപ്പർ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? അവിടെ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് എന്താണ്? Maintenance and repair of medical equipment. Hospital use different kind of complex medical equipment and devices which need a regular maintenance and repair. The use of dangerous materials in these activities can cause leakage. അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകള്, ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ നമ്മൾ എന്താണ് ആ ഡിവൈസുകളൊക്കെ ശരിയാക്കുന്ന സമയത്ത് അതിന് എപ്പോഴും മെയിൻ്റെനൻസ് ആവശ്യമാണ്. എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമായിട്ട് വരും അല്ലെ? ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കാം ആ എക്യുപ്മെന്റ്സുകൾ ക്ലിയർ ചെയ്യുന്നത് അല്ലെ, നന്നാക്കുന്നത്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എന്താണ്? അവിടെ വേസ്റ്റസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ യൂസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഡിവൈസസ് which need a regular maintenance and repair. The use of dangerous materials in these activities can cause leakage. മെഡിക്കൽ എക്യുപ്മെന്റ്സുകളിൽ ഉപയോഗിക്കുന്ന, അവ നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും എന്താണ്? വേസ്റ്റസ്, ലീക്കേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. Spills in the course of transport. In the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an offsite facility, there is a risk of leakage. In the course of transport എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? എന്തെങ്കിലും ലബോറട്ടറി സാമ്പിളുകളോ അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റസുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടുപോകുന്ന സമയത്തോ എന്താണ്? അതായത് കൊണ്ടുപോകുന്ന സമയത്ത് സാമ്പിൾസ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അതൊക്കെ ചിലപ്പോ ലീക്ക് ആവാനുള്ള ചാൻസസ്. കാര്യക്ഷമമായി കൊണ്ടുപോയില്ലെങ്കിൽ എന്താണ്? ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കാര്യക്ഷമമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്? അവിടെ ലീക്കേജ് ഉണ്ടാവാനുള്ള കാരണമാകുന്നു. ഓക്കെ, സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. മെഡിക്കൽ വേസ്റ്റസുകളോ ലബോറട്ടറി സാമ്പിൾസുകളോ മറ്റ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അത് കൊണ്ടുപോയില്ലെങ്കിലും എന്താണ്? അവിടെ ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഏതൊക്കെ സോഴ്സസിൽ നിന്നുമാണ് പ്രധാനമായും ഒരു ഹോസ്പിറ്റലിൽ ലീക്കേജ് വേസ്റ്റസ് ഉണ്ടാകുന്നത്? എവിടുന്നൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വഴി അല്ലെ? മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വഴി സർജറീസ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡിൽ നിന്ന്, ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് എന്താണ്? ലീക്കേജ് ഉണ്ടാകുന്നു. രണ്ടാമത്തത് ലബോറട്ടറി ടെസ്റ്റിംഗ്. Laboratory tests on blood, urine and other body fluids. These tests can consist of use of chemicals. These ടെസ്റ്റുകളൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താണ്? ലീക്കേജ് ഉണ്ടാവാനുള്ള കാരണമാകുന്നു. പേഷ്യന്റ് കെയർ, പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ക്ലീനിങ്
ബെഡ് പാൻസ് മാറ്റുന്നതോ അല്ലെങ്കിൽ ബെഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പേഴ്സണൽ ക്ലീനിങ് സമയത്തും എന്താണ് എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുകൾ പടരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. Then handling and disposal of medical waste. മെഡിക്കൽ വേസ്റ്റസ് അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ മറ്റ് കണ്ടാമിനേറ്റഡ് റെസിൻസുകളൊക്കെ എന്താണ് ഇംപ്രോപ്പർ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ മെഡിക്കൽ വേസ്റ്റ് ലീക്കേജസിന് കാരണമാകുന്നു. Then maintenance and repair of medical equipment. Maintenance and repair of medical equipment. എന്താണ് hospital use different kind of complex medical equipments. ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഉപകരണങ്ങളും ഡിവൈസസ് ഉണ്ട് അല്ലെ, അതൊക്കെ നന്നാക്കുന്ന സമയത്ത് മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ് മറ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അവിടെ ഉപയോഗിക്കേണ്ടി വരാം. അപ്പൊ അതിൽ നിന്നും ആ ആക്ടിവിറ്റീസിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ എന്താണ് ലീക്കേജ് ഉണ്ടാകാനുള്ള കാരണമാകുന്നു. ഓക്കെ. Then spill in the course of transport. എന്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ലീക്കേജ് ഉണ്ടാവുന്നത്? ട്രാൻസ്പോർട്ടിംഗ് medical waste, laboratory sample and other dangerous materials within the hospital. ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ അത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ എന്താണ് ഓഫ്സെറ്റ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ലീക്കേജ് ഉണ്ടാകുന്നു. അപ്പൊ പ്രധാനമായി 6 സോഴ്സസിൽ നിന്നുമാണ് ഹോസ്പിറ്റലിലെ വേസ്റ്റ് മെറ്റീരിയൽസ് ലീക്കേജസ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മനസ്സിലായോ? ടൈപ്സും കൂടി പറയുന്നുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിർത്താം. ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റസ് ആണ് ഹോസ്പിറ്റലിലുള്ളത്? ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്സ്. പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസുകളുണ്ട്. And each type needs specific handling and disposal procedure. ഓരോന്നും ഹാൻഡിൽ ചെയ്യുന്നതിന് ഓരോ പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടാണ്. ഓരോന്നും പല ടൈപ്സ് ഉണ്ട്. അത് പലതരത്തിലാണ് അത് ഡിസ്പോസ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് എന്ത് സ്പില്ലേജ് വേസ്റ്റ്സ് ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, sharp subjects, radioactive materials, then organic materials. Organic materials എന്താണ്? Hospital utilize organic materials for research or diagnostic purpose. എന്താണ്? ഗവേഷണത്തിനും രോഗനിർണയങ്ങൾക്കും വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസുകൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ സൂക്ഷ്മ മൈക്രോ ഓർഗാനിസത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പലതരത്തിലുള്ള ഗവേഷണത്തിനും രോഗനിർണയത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അതായത് ജൈവവസ്തുക്കൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതുവഴിയും എന്തുണ്ട്? വേസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, മറ്റ് അപകടകരമായിട്ടുള്ള വസ്തുക്കൾ വഴിയും എന്താണ് ഹോസ്പിറ്റലില്, അതായത് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെർക്കുറി ആൻഡ് ലെഡ് അല്ലെ. മെർക്കുറി, ലെഡ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി, അതായത് മെഡിക്കൽ സപ്ലൈസിലായിരിക്കും എന്ത് മെർക്കുറിയും ലെഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുവഴിയും എന്താണ് ലീക്കേജ് ഉണ്ടാവാനുള്ള കാരണമാകുന്നു. 6 ടൈപ്സിലാണ് പ്രധാനമായും എന്തുള്ളത്? സ്പില്ലേജ് വേസ്റ്റസ് ഉള്ളത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്, അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഈ 6 ടൈപ്സ് ആണ് പ്രധാനമായും സ്പില്ലേജ് വേസ്റ്റസ് ഉള്ളത്. ഇനി നമ്മൾ ഈ 6 ടൈപ്പും ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട് ഒരുപാട്. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. 6 ടൈപ്സിലെ കാര്യങ്ങൾ, മെത്തേഡ്സ്, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പോകുന്നുണ്ട്. വലിയ ചാപ്റ്റർ ആണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ?
യെസ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു. Have a nice day. Thank you.